സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർക്കുള്ള ഫസ്റ്റ് വരുന്ന പിക്ചറാണ് ഒരു ബുള്ളും ഉണ്ടാവും ഒരു ബിയറും ഉണ്ടാവും. പലരും ചോദിക്കാറുണ്ട് എന്താണ് ശരിക്കും ഇതിൻ്റെ ഒരു ലോജിക്ക് എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ കുട്ടികൾ വരെ ചോദിക്കാറുണ്ട്, ഷെയർ മാർക്കറ്റ് ഒരു ക്യാൻഡിൽ ഒരു ബുള്ളും ഉണ്ടാവും ബിയറും ഉണ്ടാവും. നമുക്കത് കൂടുതൽ മനസ്സിലാവാനായിട്ട് നമ്മൾ ഈ ബുള്ളിൻ്റെയും ബിയറിൻ്റെയും ഒരു പേഴ്സണാലിറ്റി നമ്മൾ പഠിച്ചാൽ മതി. നമ്മൾ ബുള്ള് നമ്മളെപ്പോഴും കാണാറില്ലേ, ഇപ്പോൾ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് അല്ലെങ്കിൽ സ്പെയിനിലെ കാളയോട്ടം അല്ലേ. അപ്പോൾ ബുള്ളെപ്പോഴും ഒരു ആളെ കാണുമ്പോൾ കുത്തി പൊക്കുകയാണ് ചെയ്യുന്നത്. അതായത് പ്രൈസ് താഴെ നിൽക്കുമ്പോൾ അതിനെ ലിഫ്റ്റ് ചെയ്യുന്നതാണെന്ത് ബുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ. ബിയർ നിങ്ങൾ കരടി നോക്കിയിട്ടില്ലേ, എപ്പോഴും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും അല്ലേ. ഒരാൾക്കാരെ കാണുമ്പോൾ അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, മുകളിൽ നിന്ന് താഴേക്കാണത് അടിക്കുന്നത്. ഒരു മനുഷ്യനെ കാണുമ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, കരടി മുകളിൽ നിന്ന് താഴേക്ക് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റീസ് വെച്ചിട്ടാണ് ബുള്ളും ബിയറെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഷെയർ മാർക്കറ്റിൽ എങ്ങനെയാണ്, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, അപ്പോൾ ഷോർട്ടേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് എന്ത് ചെയ്യുന്നു, ഉള്ളതിനെ വിൽക്കുന്നു അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള പൊസിഷൻസ് അവർ സെല്ല് ചെയ്യുന്നു. അപ്പോൾ മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരും. അപ്പോൾ കരടി ആൾക്കാരെ അറ്റാക്ക് ചെയ്തിട്ട് താഴേക്ക് വരുന്ന പോലെ തന്നെയാണ് ഇതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിൽ രണ്ട് മൂവ്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ ബുള്ളാണെങ്കിൽ കയറുന്നു, ബിയർ ആണെങ്കിൽ ഇടിയുന്നു. പിന്നെ വാൾ സ്ട്രീറ്റിലെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്, ബുൾസ് മേക്ക് മണി, ബിയേഴ്സ് മേക്ക് മണി, ദ പിഗ്സ് ഗെറ്റ് സ്ലോട്ടേഡ്.